ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കഴിവിലും പ്രവർത്തനത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും ദമ്പതികളെ സംബന്ധിച്ച് അവർ പല കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സന്തോഷം കണ്ടെത്തുന്നതിന് ഓരോരുത്തർക്കും ഓരോ വഴിയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ എല്ലാവർക്കും വേണം. ഉദാഹരണത്തിന് ആരോഗ്യം, മൊത്തത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ ആകർഷണം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പങ്കാളികൾ തമ്മിൽ ചെയ്യുന്ന മസാജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു പല സാഹചര്യത്തിലും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ശരിയായിട്ടുള്ളൊരു സംതൃപ്തി ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം മാനസികമാണ്. പലരും ഈ ഒരു മൂഡിലേക്ക് വന്നിട്ടല്ല ഇത് ചെയ്യുന്നത് തന്നെ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, നല്ല ആരോഗ്യം വേണം. അതുപോലെ തന്നെ നല്ല ആകർഷണവും വേണം. അതിനകത്ത് വൃത്തിക്ക് നല്ല പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ ഫേസ് സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാൽപാദങ്ങളും കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് പല നെയർവ് എൻഡിങ്സും അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് കാലുകളിൽ മസാജ് ചെയ്യുമ്പം തുടങ്ങേണ്ടത് പാദങ്ങളിലാണ്. അവിടെ ചെറുതായിട്ട് തിരുമുകയും പ്രസ്സിങ്ങും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് റിലാക്സ് ആവും. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കാലുകളിൽ പ്രഷർ പോയിൻറ്റ്സ് കൂടാതെ സെൻസിറ്റിവിറ്റി കൂടിയ പല ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ചെയ്യുന്ന ലൈറ്റായിട്ടുള്ള തിരുമലുകൾ, പ്രസ്സിങ്ങുകൾ ഒക്കെ തന്നെ ഒരു വല്ലാത്ത റിലാക്സേഷനാണ്. അതുപോലെ പെട്ടെന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതനുസരിച്ചുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. ഇനി കുറച്ച് ടെൻഷനോടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും ഈ സമയത്ത് നന്നായിട്ട് റിലാക്സ് ചെയ്യും. അതുപോലെ പാദങ്ങളിൽ മാത്രമല്ല, കാഫ് മസിൽസിൽ, മുട്ടിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പ്രഷർ പോയിൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മസാജിൻ്റെയൊക്കെ സൈക്കോളജിക്കൽ ഗുണം എന്താണെന്നറിയാമോ? പങ്കാളിക്ക് അവരോട് സ്നേഹം കൂടുതലുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു ആകർഷണം കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും. തന്നെയല്ല, ഇത് പലതരത്തിലുള്ള ആകാംക്ഷ കൂട്ടുകയും ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ശരീരവും മനസ്സും എത്രത്തോളം റിലാക്സ് ആകുന്നു അത്രത്തോളം ഇത് വേണമെന്നൊരു താല്പര്യവും തോന്നും. അതുപോലെ എത്രത്തോളം പ്രണയം പങ്കാളിയോട് തോന്നുന്നോ അത്രത്തോളം ഒന്നിക്കണമെന്നുള്ള താല്പര്യവും തോന്നും. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാമോ? ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്ന് പറയുന്ന 2 ഹോർമോണുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഒരു ലവ് ഹോർമോൺ ആണെങ്കിലും അതിന് യോനിയുടെ ഭാഗമായിട്ട്, തുടകളുടെ ഭാഗമായിട്ടൊക്കെ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ലബോറട്ടറി തന്നെയാണ്. എന്ത് ചെയ്താലും അതനുസരിച്ചുള്ള ഹോർമോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ അടിക്കാനായിട്ടൊക്കെയുള്ള ആഗ്രഹം കൂട്ടുന്നതും ഈ കെമിക്കൽ തന്നെയാണ്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർ ഈ സമയത്ത് ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ ക്രീം ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ ഇതൊന്നുമില്ലാതെ ലൈറ്റായിട്ട് പ്രസ്സിങ് മാത്രമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് തുടങ്ങുന്നവരുണ്ട്. അതുപോലെ കൈകൾ കൊണ്ട് മാത്രമല്ല, വാ കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ ചെയ്യുന്ന കുറേ ക്രിയകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പങ്കാളികൾ തമ്മിൽ സ്നേഹം മാത്രം പോരാ, ഒരാകർഷണവും വേണം. ഇപ്പം ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂഡില്ലാത്ത സമയമാണെങ്കിലും, അല്ലെങ്കിൽ നല്ല താല്പര്യമില്ലാത്ത ഒരു സമയമാണെങ്കിലും, ഈ കാലുകളിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂഡ് വരും. എന്ന് വെച്ചാൽ ഒരു ഫോർപ്ലേയുടെ ഭാഗമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷനെ ചെയ്യുമ്പോഴും മാനസികമായിട്ടൊരു പ്രത്യേക ഊർജം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഇതിനകത്ത് എത്രത്തോളം ആകാംക്ഷയുണ്ടെന്ന് അവരുടെ റെസ്പോൺസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിലരാണെങ്കിൽ ഈ സമയത്ത് കണ്ണുകളൊക്കെ അടച്ച് ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിൽ ഫാൻറ്റസി കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളും സങ്കല്പങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനെ നിറം പിടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് അവരുടെ മൈൻഡ് എവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ ഈ സമയത്തുള്ള നമ്മുടെ സങ്കല്പം, ചിന്തകൾ, സംസാരം ഒക്കെ തന്നെ ഒരു സംതൃപ്തി കിട്ടുന്നതിന് അനുകൂലമായിരിക്കണം. എന്നുവെച്ചാൽ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം പറയാൻ. എന്നുവെച്ചാൽ നെഗറ്റീവായിട്ടുള്ള, അതുപോലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എടുത്തിടരുത്. ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലൊരു റിലാക്സേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, എനർജി ലെവൽ കൂടുന്നു, അതനുസരിച്ചുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൊത്തത്തിലൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് മനസ്സും പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു രതിമൂർച്ചയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എപ്പോൾ ചെയ്താലും കാൽപാദങ്ങളിലൊന്ന് തുടങ്ങി നോക്കിക്കേ, മാറ്റം നന്നായിട്ടറിയാൻ പറ്റും.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.